ദൈവത്തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സകല ബഹുമാനത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. കർത്താവിൻ്റെ രക്ഷിതാവുമായിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവം നമുക്ക് ഓരോ ദിവസവും ഹൃദയം നിറയ്ക്കാൻ, മനസ്സ് നിറയ്ക്കാൻ, മുമ്പോട്ടുള്ള ഗമനങ്ങൾക്ക് സുഗമമായി മുന്നോട്ട് കയറുവാൻ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഓരോ ദിവസവും സംസാരിക്കുകയും നമ്മളെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരുണാ കടാക്ഷങ്ങൾക്ക് ഒത്തിരി ദൈവത്തോട് നാം കടപ്പെട്ടിരിക്കുന്നു. സകല മഹത്വവും സകല പുകഴ്ചയും നിങ്ങൾ ദൈവത്തിന് തന്നെ കൊടുത്തുകൊള്ളുക. സകല മഹത്വവും ഞാനും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് വചന കേൾവിക്ക് ആത്മാർത്ഥത കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സ്വർഗത്തിൽ നിന്ന് കനിവോടെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനന്ത കൃപകൾ മഴ പെയ്തിറങ്ങുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പെയ്തിറങ്ങട്ടെ. ഒരു വരണ്ട നിലം പോലെ നിങ്ങളാകാതെ നനവുള്ള തോട്ടം പോലെ ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്ക് അഭിവാദനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അർപ്പിച്ചുകൊണ്ടും ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകത്തിൽ നിന്നാണ് ഒരു ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ലേവ്യ പുസ്തകം 20-ാം അധ്യായം 22-ാമത്തെ വാക്യം. ലേവ്യ 20-ാം അധ്യായം 22-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ കുടിയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം നിങ്ങളെ ഛർദ്ദിച്ച് കളയാതിരിപ്പാൻ എൻ്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ച് ആചരിക്കണം. നിങ്ങളെ ഞാൻ കൊണ്ടുപോയി ആക്കുന്ന ദേശം നിങ്ങളെ ഛർദ്ദിച്ച് കളയരുത്. അതിന് നിങ്ങൾ എൻ്റെ സകല ചട്ടങ്ങളും സകല പ്രമാണങ്ങളും ആചരിച്ചനുസരിക്കണം. ലേവ്യ പുസ്തകം യഹൂദന് ദൈവമായ കർത്താവ് അവരുടെ ആത്മീക ആചാരങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചാണ് കൂടുതലും ലേവ്യ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പുരോഹിതന്മാരെ, ശുശ്രൂഷകന്മാരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ജനത്തെ എങ്ങനെ നയിക്കണം, നിങ്ങൾ ജനത്തോട് എങ്ങനെ ഇടപെടണം, ജനത്തെ എങ്ങനെ പഠിപ്പിക്കണം, അവരുടെ ആചാരങ്ങൾ ഏതൊക്കെ വിധത്തിലായിരിക്കണം, അവർക്ക് നിങ്ങളെങ്ങനെ ഒരു അനുഗ്രഹമായിരിക്കണം, നിങ്ങളവരെ എത്ര ചിട്ടയോടും ചട്ടങ്ങളിലും പഠിപ്പിക്കണം എന്നതൊക്കെ ലേവി പുരോഹിതന്മാരോട് ഉപദേശിക്കുന്നതാണ് കൂടുതലും ലേവ്യ പുസ്തകത്തിൽ. യാഗങ്ങൾ, കർമ്മങ്ങൾ, ശബത്ത്, ഉത്സവങ്ങൾ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചും അത് ആചരിക്കുന്നവർക്കുള്ള ഗുണങ്ങളെക്കുറിച്ചും പൗരോഹിത്യ നേതൃത്വം അഥവാ ആത്മീക ശുശ്രൂഷയുടെ മുൻനിരയിൽ നിൽക്കുന്നവർക്ക് ജനത്തെ ഈ കാര്യങ്ങളിലേക്ക് ഉത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം എന്നിത്യാദി കാര്യങ്ങളൊക്കെയാണ് ലേവ്യ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് മോശയെ കൊണ്ട് എഴുതിപ്പിച്ച് പുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും മുൻനിരക്കാർക്കും കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ച് നടക്കേണ്ടതിൻ്റെ അനിവാര്യതയും അതുകൊണ്ടുള്ള ഗുണഗണങ്ങളുമാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഇതാ ദൈവം പറയുന്നു, എൻ്റെ പ്രമാണങ്ങൾ നിങ്ങൾ അനുസരിച്ച് നടക്കണം. എവിടെ? നിങ്ങളെ ഞാൻ കൊണ്ടുപോയി പാർപ്പിക്കുന്ന ദേശത്ത്, നിങ്ങൾ കുടിയിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ആക്കി വയ്ക്കുന്ന ദേശത്ത്. എത്ര സുന്ദരമായ, എത്ര കട്ടിയുള്ള വാക്കുകളാണ്. നിങ്ങളെവിടെയെങ്കിലും പുറമ്പോക്കിക്ക് പോയി കിടക്കുന്നത് പോലെ, ആരുടെയും അവതാരത്തിന് പോയി കയറുന്ന പോലെ കയറുകയല്ല. ഞാൻ നിങ്ങളെ കൊണ്ടുപോയി കുടിയിരുത്തുമെന്ന് എഴുതിയിരിക്കുന്ന മലയാളത്തിൽ. ഗംഭീര വാക്കാണ് കുടിയിരിക്കുക. അവകാശമായിട്ട് തറ കൂടിയിരിക്കുന്നത് പോലെ അങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. ദൈവം കൊണ്ടുപോയി ആക്കുക. അങ്ങനെ ദൈവം നിങ്ങളെ കൊണ്ടുപോയി ആക്കുന്ന ദേശത്ത് നിന്ന് നിങ്ങളെ ഛർദ്ദിച്ച് കളയാതിരിപ്പാൻ. ആ വാക്ക് നോക്കി. അപ്പോൾ ഇവിടെ സാധ്യതയും സാധ്യതയെ ജയിക്കാനുള്ള വഴികളും എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. പഴയ നിയമത്തിൽ യഹൂദനെ സംബന്ധിച്ച് അടിമകളായി കിടന്ന അവരെ മിസ്രയീമിൽ നിന്ന് കനാനിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് നമ്മെ ദൈവം ഓരോരോ സ്ഥാനങ്ങളിൽ നമ്മളെയും നമ്മുടെ മക്കളെയൊക്കെ ആക്കി വയ്ക്കും. എവിടെ മുതൽ തുടങ്ങണം? ഞാനൊരു സുവിശേഷകൻ എന്ന നിലയ്ക്ക് എന്നെ ഒരു ദേശത്ത് ദൈവമായ കർത്താവ് കൊണ്ടുവന്നാക്കിയിരിക്കുക. ഞാൻ കണ്ടുപിടിച്ചതല്ല. എൻ്റെ മനസ്സെപ്പോഴും 100% പറയും. ഞാൻ പല പബ്ലിക് സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടെത്തിയതല്ല. എൻ്റെ ദൈവം എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നാക്കിയ സ്ഥലമാണിത്. അവിടെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതൊരടിസ്ഥാന തത്വം തന്നെയാണ്. ദൈവം കൊണ്ടുവന്നാക്കി. ജോലിക്ക് പോകുന്ന മക്കളാണെങ്കിൽ നിങ്ങളെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങളെവിടെ വളരണം, നിങ്ങളെവിടെ ഉയരണം, നിങ്ങളുടെ സോഴ്സുകൾ എവിടെയാണ് മറഞ്ഞു കിടക്കുന്നത്,
അവിടെ ദൈവം കൊണ്ടുപോയി ആക്കണം. ആരുടെയെങ്കിലും കൂടെ ജോലിക്ക് നിന്നു, ഏതെങ്കിലും രാജ്യത്ത് പോയി നിന്നു ജീവിതം പാഴാകത്തുള്ളൂ. പ്രാർത്ഥിക്കണം, മക്കളൊക്കെ പ്രാർത്ഥിക്കണം, മക്കളെ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവരെ ദൈവം ഇതുപോലെ കൊണ്ടുപോയി ആക്കണം, അവർ വളരേണ്ട സ്ഥലത്ത്. പെൺകുഞ്ഞുങ്ങൾ പ്രായമായി വരുമ്പോൾ അവരെ വിവാഹം ചെയ്തയക്കണം. അവർ വീട്ടിൽ നിൽക്കേണ്ടവരല്ലല്ലോ. അതും ഏതെങ്കിലും കറക്ക് കമ്പനിക്കാരെ കണ്ടു, കയറി ഇറങ്ങി നടക്കുന്നവരെ കണ്ടു, എവിടെന്നെങ്കിലും ഒരാളെ കൊണ്ടുപോയോ എന്നും പറഞ്ഞ് വണ്ടിക്കൂലിയും കൊടുത്ത് വിട്ട് ഏതെങ്കിലും ഒരു സംഭവത്തെ കൊണ്ടുവന്ന് കഴുത്തിൽ കെട്ടി ഏൽപ്പിക്കുകയല്ല. പ്രാർത്ഥിച്ചാൽ നമ്മുടെ പൊന്നോമന മക്കളെ, പെൺകുഞ്ഞുങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങളും പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ തൽക്കാലത്തേക്കല്ല, ഒരു പോരാട്ട ഭൂമിയിലേക്കല്ല, കുടിയിരിപ്പാൻ എന്ന വാക്ക് അധികാരിയായി, അവകാശിയായി, ചോദ്യം ചെയ്യാൻ ആരുമില്ലാതെ സകല അനുഗ്രഹാശീർവാദങ്ങളോടും കൂടെ ആ മണ്ണിലെ സകലതും അനുഭവിപ്പാനുള്ള യോഗ്യതയോടുകൂടെ ദൈവമാക്കി വയ്ക്കുന്നതിൻ്റെ ഒരു പദമാണ് കുടിയിരിപ്പ്. അടിമയായിരുന്നല്ലോ 400 ചില്ലാൻ വർഷം. ഇനി അവിടെയും പോയി അടിമയാകാനല്ല, നീ അവിടെ അധികാരിയെപ്പോലെ ആകണം, ഒരു രാജ്ഞിയെപ്പോലെ ആകണം. അതിന് ദൈവം കൊണ്ടുപോയി പാർപ്പിക്കണം എന്നതാണ് ദൈവികമായിരിക്കുന്ന വ്യവസ്ഥ. അങ്ങനെ അവിടെ ദൈവം കൊണ്ടുപോയി ആക്കിയാലും അവിടെ ഒരു ചെറിയ പ്രശ്നം കിടക്കുന്നു. ദൈവവചനം തന്നെ എഴുതിയിരിക്കുന്നു, ആ ദേശം നിങ്ങളെ ഛർദ്ദിച്ചു കളയാം. ദൈവം കൊണ്ടാക്കിയിടുന്ന ആരെങ്കിലും ഛർദ്ദിക്കാൻ തള്ളിക്കളയോ? ഛർദ്ദിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഒമിറ്റ് ചെയ്ത് കളയുന്ന, ഉള്ളിൽ നിന്ന് വേസ്റ്റാക്കി കളയുക. ഛർദ്ദിലെന്ന് പറഞ്ഞാൽ കുപ്പിക്കകത്തെടുത്ത് വെക്കേണ്ട സാധനമല്ലോ. അയ്യോ ക്ഷമിക്കണം, നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നരുത്. അത് കളയുന്നല്ലേ, പോയില്ലേ അത്, പിന്നെ എന്തിനുള്ള? അപ്പം അതുപോലെ ദൈവം കൊണ്ടാക്കിയാലും ആ വീട്ടിൽ നിന്ന് നിങ്ങൾ തള്ളപ്പെടരുത്, ആ രാജ്യത്തു നിന്ന് നിങ്ങൾ തള്ളപ്പെടരുത്, ആ ദേശത്തു നിന്ന് നിങ്ങൾ തള്ളപ്പെടരുത്, ആ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ തള്ളപ്പെടരുത്. അവർ നിന്നെ ഛർദ്ദിച്ച് കളയരുത്. ശരിക്കും അവിടെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചത്, നോട്ട് ഔട്ട് ഫ്രം ദ ഡൊല്ലിംഗ് ലാൻഡ്, നോട്ട് ഔട്ട്. ക്രിക്കറ്റ് കളിയിലൊക്കെ പിള്ളേർ പണ്ട് പറഞ്ഞു കേൾക്കാം, ഇന്ന കളിക്കാരൻ നോട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ അവൻ ഒരു ദിവസം മുഴുവൻ നിന്ന് ബാറ്റ് ചെയ്തിട്ടും നോട്ട് ഔട്ടാണ് എന്ന് പറഞ്ഞാൽ അവനെ തോൽപ്പിക്കാൻ പറ്റിയില്ല, അവൻ്റെ സ്റ്റമ്പ് എറിഞ്ഞ് വീഴ്ത്താൻ പറ്റിയില്ല, അവൻ്റെ പന്ത് പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല. നോട്ട് ഔട്ട്. 3 ദിവസമായി തുടരുന്ന കളിയാണ് പണ്ടത്തെ കളികളൊക്കെ. 3 ദിവസമായിട്ട് ഒരുത്തൻ ബാറ്റ് ചെയ്യാൻ നിൽക്കുക, അവൻ ഇതുവരെ നോട്ട് ഔട്ടാണ്, അവൻ പുറത്തു പോയിട്ടില്ല. 45 കൊല്ലം ഒരു ദേശത്ത് പാർത്താൽ നിന്നെ ആരും നീ പുറത്തു തള്ളരുത്, ഔട്ടാക്കരുത്. നോട്ട് ഔട്ട്. കൃപയിൽ നിന്ന്, കൃപാവരത്തിൽ നിന്ന്, അധികാരത്തിൽ നിന്ന്, അഭിഷേകത്തിൽ നിന്ന്, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ നിന്ന്, സ്വർഗം നമുക്ക് തരുന്ന സൗഭാഗ്യങ്ങളിൽ നിന്ന് എന്നും നീ നോട്ട് ഔട്ടായിരിക്കണം. ഷാജി പാസ്റ്റർ ഔട്ടായി. എവിടെ നിന്ന്? കൃപയിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവമാക്കി വെച്ച ദേശത്ത് നിന്ന്, ആത്മീക അധികാരത്തിൽ നിന്ന്, വിശുദ്ധന്മാരുടെ പട്ടികയിൽ നിന്ന്. അയ്യോ, അങ്ങനെയൊന്ന് കേൾക്കാൻ ഒരിക്കലും ഇടയാകരുത്. ഞങ്ങളെന്നെ വിളിക്കുമ്പോൾ ഐ ആം നോട്ട് ഔട്ട്, ഞാൻ പുറത്തു പോയിട്ടില്ല, എന്നെ ഔട്ടാക്കിയിട്ടില്ല. ആരൊക്കെ ശ്രമിച്ചാലും അത് നടക്കരുത്. ഞാനീ പറയുന്ന വാക്കുകളുടെ നിർമ്മലത നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മനസ്സിനകത്ത് നിന്ന് നിങ്ങൾ നോട്ട് ഔട്ടായിരിക്കണം. പറയും, നീയൊക്കെ എന്നേ എൻ്റെ മനസ്സിൽ നിന്ന് പോയി, പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ എങ്ങാ മൂലയിൽ കിടന്നു, എൻ്റെ ഔദാര്യത്തിന് എന്ന് പറയരുത്, പറയിപ്പിക്കരുത്. നോട്ട് ഔട്ട്. ഭർത്തൃഗ്രഹത്തിൽ നിന്ന് എന്നെ ഔട്ടായി. ഇപ്പോഴും പെണ്ണവിടെയാണല്ലോ. ആണ്, പക്ഷേ ആണെന്നല്ലേ ഉള്ളൂ. അഭിമാനത്തോടെ പ്രിയപ്പെട്ടവരെ പറയണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഞാൻ എൻ്റെ ദൈവമാക്കി വെച്ച കുടുംബത്തിൽ നിന്ന് ഞാൻ നോട്ട് ഔട്ടാണ്, ഔട്ടായിട്ടില്ല. ഒരു ദേശത്ത് നിന്ന്, ഒരു രാജ്യത്ത് നിന്ന്, നിങ്ങളുടെ കമ്പനിയിൽ നിന്ന്. കമ്പനി പൂട്ടിപ്പോയതല്ല, നിങ്ങളിൽ ചിലരെ 10 പേരുടെ ലിസ്റ്റ് ഇട്ടു ഔട്ടാക്കാൻ. ഷൗട്ടാക്കൽ ലിസ്റ്റിനകത്ത് ഞാനില്ല, ഞാനിപ്പോഴും നോട്ട് ഔട്ട്, പുറത്തു പോയിട്ടില്ല. അതിനെന്താ വഴി? അതോടെ പറയാതെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നേ? അതിന് ദൈവം പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ചക്കരവാക്കും മുഖസ്തുതിയുമായിട്ട് എപ്പോഴും ഇങ്ങനെ
താങ്ങി തലോടി ഇങ്ങനെ നിന്നോളണം കേട്ടോ എന്നല്ല ബൈബിള് പഠിപ്പിക്കുന്നത് കേട്ടോ. അതൊന്നും സോപ്പിക്കൊന്നും ബൈബിള് പഠിപ്പിക്കുകയല്ല, തന്ത്രങ്ങൾ പഠിപ്പിക്കുകയല്ല. പിന്നെ എന്താണ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ? ഇതാണ്: നിങ്ങൾ നോട്ട് ഔട്ട് ആകാതിരിപ്പാൻ നിങ്ങളായിരിക്കുന്ന കൃപയിൽ നിന്ന്, ജോലിയിൽ നിന്ന്, നിങ്ങളുടെ ഭർതൃഗ്രഹത്തിൽ നിന്ന്, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ നിന്ന്, അപ്പൻ്റെ മനസ്സിൽ നിന്ന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്, ശുശ്രൂഷയുടെ മുഖത്ത് നിന്ന് ഒരിക്കലും നോട്ട് ഔട്ട് ആകാതിരിപ്പാൻ. എന്താണ്? എൻ്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ചാചരിക്കണം. ദൈവം ഗ്യാരണ്ടി തരുന്നു. ഞാനാണ് നിന്നെ അവിടെ കൊണ്ടാക്കിയത്. ഡിമോളെ, നിൻ്റെ കല്യാണം ആലോചിച്ചത് ഞാനാണ്, നിനക്ക് മക്കളെ തന്ന ഞാനാണ്. ഞാൻ കൊണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് നീയും നിൻ്റെ പിള്ളേരും ഔട്ടാകാതിരിപ്പാൻ എന്തു ചെയ്യണം? എൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും നീ അവിടെ ആചരിക്കണം. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഒരു ദേശത്ത് നിന്ന്, പിശാചുക്കൾ കുടിയേറി പാർക്കുന്ന ദുഷ്ടലോകത്ത് നിന്ന്, നിന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ എന്നോട് പറയാം, നിന്നെ ഈ പട്ടണത്തിലാക്കി വെച്ചിരിക്കുന്ന ദേശത്ത് നിന്ന് പറപ്പിക്കാനും ഓടിക്കാനൊക്കെ എന്തൊക്കെ ചെയ്താലും നീ ഇവിടെ നിന്ന് ഔട്ടാകില്ല. ആകാതിരിക്കണമെങ്കിൽ ഇവിടുത്തെ ആളുകളെയൊക്കെ, രാഷ്ട്രീയക്കാരെ എല്ലാവരെയും കണ്ട് ചാ വിളിച്ച് ജനം കാണുമ്പോൾ ചലച്ച് നിന്ന് എല്ലാവർക്കും കാശും കൊടുത്ത് നിർത്തും. അങ്ങനെയൊന്നുമല്ല. നീ എൻ്റെ വചനം പ്രമാണിക്ക്, നീ എൻ്റെ കൽപ്പന പ്രമാണിക്ക്, നീ എൻ്റെ ചട്ടങ്ങളിൽ നിൽക്ക്, നീ എൻ്റെ കൂടെ നിൽക്ക്, നീ എൻ്റെ ആളായിട്ട് നിൽക്ക്, നീ വിശുദ്ധനായിട്ട് നിൽക്ക്, നീ പ്രാർത്ഥിച്ച് നിൽക്ക്. അങ്ങനെയാണെങ്കിൽ നിന്നെ ഔട്ടാക്കാൻ പറ്റില്ല, നിന്നെ ഛർദ്ദിച്ച് കളയാൻ പറ്റില്ല. നിങ്ങളൊന്നിരുത്തി ചിന്തിച്ചേക്കണേ. ഇതോത് ആരൊക്കെയോ കൂടി നിങ്ങളെ പുറത്താക്കാൻ ശ്രമിക്കും. ഉടനെ നിങ്ങൾ അവരെ കണ്ടു, ഇവരെ കണ്ടു, രാഷ്ട്രീയക്കാരനെ കണ്ടു, എൻ്റെ ബോർഡ് മെമ്പറെ കണ്ടു, പിന്നെ അങ്ങ് തിരുവനന്തപുരത്ത് പോയി, പിന്നെ മോളി പിടിയുള്ളോട്. അയ്യോ, തകൃതികി. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്ന കേൾക്ക്. എൻ്റെ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് എൻ്റെ ദൈവം നിർത്തിയെടുത്ത് ഞാൻ നിൽക്കും. അങ്ങനെ നിന്നാൽ ദൈവം അനുവദിക്കാതെ എന്നെ ഇവിടെ നിന്ന് ഔട്ടാക്കാൻ പറ്റില്ല. നിങ്ങളെ പേര് പറഞ്ഞിട്ട് വേണം എഴുതി വെച്ചോ. ഷാജി പാസ്റ്റർ നോട്ട് ഔട്ട്. ഇല്ല, പുറത്തു പോയിട്ടില്ല, ആക്കാൻ പറ്റില്ല. കർത്താവിൻ്റെ കൃപയിൽ നിൽക്കും. നിങ്ങളുടെ പേര് പറഞ്ഞിട്ടൊന്ന് പറഞ്ഞു നോക്ക്. അപ്പം എൻ്റെ ബലം എന്താണെന്ന് മനസ്സിലാവും. ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി. ദേശം നിങ്ങളെ ഛർദ്ദിച്ചാൽ പിന്നെ നിങ്ങളെ ഒന്നിനും കൊള്ളില്ല കേട്ടോ. ആ വീട് നിങ്ങളെ തള്ളിക്കളഞ്ഞാൽ, തള്ളാനൊക്കെ നോക്കും, ദൈവമല്ലേ കാര്യം നടത്തുന്നത്. ആ സഭക്കാരൻ നിന്നെ തള്ളിക്കളഞ്ഞാൽ പിന്നെ നിങ്ങളങ്ങോട്ട് പോവും. തള്ളരുത്. വചനം പ്രമാണിച്ചനുസരിച്ച് കീഴ്പ്പെട്ട് അവിടെ നിന്നോളണം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൂതനായ സ്തോത്രം. കർത്താവാണ് ഞങ്ങളെ സെറ്റിൽഡ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഞങ്ങളെ പുറത്താക്കാൻ ആരൊക്കെ നോക്കിയാലും, ഒരു കൊച്ചു ബിസിനസ്സുമായിട്ട് ഏതോ പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിൽ ഇരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും കട പൂട്ടിക്കാൻ, ഔട്ടാക്കാൻ നോക്കുന്നുണ്ട്. കർത്താവേ, അവർ നോട്ട് ഔട്ടാകണം. ഒരിക്കലും പുറത്തു പോകരുത്. അവരെ ദേശം ഛർദ്ദിച്ച് കളയരുത്, ഒറ്റപ്പെടുത്തരുത്. വീട്ടിലാണെങ്കിലും വിവിധ വിദേശ രാജ്യത്താണെങ്കിലും നീ ചെന്ന രാജ്യത്ത് നീ നോട്ട് ഔട്ടാകണം. നീ അവിടെ രാജ്ഞിയാകണം, നീ അവൻ്റെ രാജകുമാരനാകണം, നീ അവിടെ അധികാരിയാകണം. അപ്പാ, ദൈവം അത് ചെയ്തു കൊടുക്കണം. അപ്പാ, ഞാനത് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ പിതാവേ. ആമേൻ.